സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. ഡിറ്റോ വടക്കൻ അക്കീക്കാവ്. വിശുദ്ധ ബൈബിളിൽ നിന്ന് അല്പസ്വല്പം പറയുവാൻ പ്രിയ ദൈവജനമേ, ദൈവത്തിൽ ശരണപ്പെടുന്നു. അല്പസമയത്തേക്ക് താങ്കളുടെ വിലയേറിയ ശ്രദ്ധയെ ക്ഷണിച്ചുകൊള്ളുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം, വിശുദ്ധ ബൈബിളിൽ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 25-ാം അധ്യായം 8-ാം വാക്യം. കണ്ണുനീർ ഒപ്പും നിന്നയെ നീക്കും. സ്തോത്രം, സ്തോത്രം. കണ്ണുനീരൊഴുക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്. ദൈവപൈതൽ മനുഷ്യൻ്റെ മുമ്പിൽ കരയരുത്, ദൈവത്തിന് മുമ്പിൽ കരയണം. ദൈവത്തിന് മുമ്പിൽ കരഞ്ഞാൽ മറുപടിയുണ്ട്, വിടുതലുണ്ട്. എൻ്റെ കണ്ണുനീരൊപ്പുവാൻ ദൈവമുണ്ട്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എല്ലാം തുറന്നു പറയുവാൻ ജീവിക്കുന്നൊരു ദൈവം നമുക്കുണ്ട്. കണ്ണുനീരൊപ്പുന്നൊരു ദൈവമുണ്ട്. സ്തോത്രം, സ്തോത്രം. നിന്റെ വിലാപത്തെ നൃത്തമാക്കുവാൻ, നിന്റെ സങ്കടത്തെ സന്തോഷമാക്കുവാൻ കൽപ്പുള്ള ശക്തിയുള്ള ഒരു ദൈവം ജീവിച്ചിരിപ്പുണ്ട്. ആ ദൈവമുഖത്തേക്ക് നോക്കിയാൽ ആ ദൈവം കൈവിടാത്ത ദൈവമാണ്. അവങ്കിലേക്ക് നോക്കി പ്രകാശിതരായി അവരുടെ മുഖം മോലജിച്ച് പോയതുമില്ല. സങ്കീർത്തനം 61:1. കർത്താവേ, എനിക്ക് വേണ്ടി എഴുന്നേൽക്കണമേ, എൻ്റെ കൂടെ നടക്കണമേ. സ്തോത്രം, 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 സ്തോത്രം. കർത്താവിനോട് യാചിച്ചാൽ, കർത്താവിനോട് പ്രാർത്ഥിച്ചാൽ, കർത്താവ് തല ഭക്തന്മാരുടെ പ്രാർത്ഥനയ്ക്ക്, യാചനയ്ക്ക് ചെവി കൂപ്പിച്ചിരിക്കുന്നവനാണ്, മറുപടി നൽകുന്നവനാണ്, നിന്നെ എന്നെ തള്ളിക്കളയാത്തവനാണ്. ഭക്തന്മാർ കർത്താവിന് വിലയേറിയവരാണ്. കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച, കർത്താവിന് വേണ്ടി നിൽക്കുന്ന കർത്താവിൻ്റെ പൈതങ്ങൾക്ക് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. മക്കൾക്ക് അപ്പന് മക്കളോട് കരുണ തോന്നുന്ന പോലെ ദൈവത്തിന് എൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. നീ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ, നീ കർത്താവിനോട് യാചിക്കാൻ തയ്യാറായാൽ, പ്രശ്നം എത്രയോ ഗുരുതരമാകട്ടെ, എത്രയോ വലുതാകട്ടെ, എത്രയോ വലിയ പ്രതിസന്ധിയാകട്ടെ, നിന്നെ എന്നെ രക്ഷിപ്പാൻ കർത്താവ് ശക്തനത്ര. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഒരു കുഞ്ഞ് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കാൻ നോക്കുമ്പോൾ ഗ്ലാസ് നിലത്ത് വീഴുകയും തൻ്റെ കുഞ്ഞിൻ്റെ കാലുകൾ മറ്റും ചെടികളിൽ തട്ടി മുറിവേൽക്കുകയും പ്രശ്നങ്ങൾ വന്നപ്പോൾ ആശുപത്രി കൊണ്ടുപോയി ഡോക്ടറെ കണ്ടു മരുന്ന് ചെന്നാൽ മരുന്നിൻ്റെ ശക്തിയല്ല, ഡോക്ടറുടെ ശക്തിയല്ല, ഏത് ഒരു സാത്താൻ്റെയും ശക്തിയല്ല. ദൈവം കരങ്ങളെടുത്ത് ഉപയോഗിച്ചു. ആ കുഞ്ഞിന് സൗഖ്യം വന്നു, മുറിവുണങ്ങി, ദൈവം സഹായിച്ചു. ദൈവത്തിൻ്റെ കരുതൽ ദൈവ മക്കളോട് കൂടെയുണ്ട്. പ്രശ്നങ്ങൾ പ്രതിസന്ധി വരികയില്ല എന്നല്ല, എന്നാൽ ഏത് പ്രതിസന്ധിയുടെ നടുവിലും നിന്നെ മാനിക്കുവാൻ, നിന്നെ ശക്തീകരിക്കുവാൻ, നിന്നെ സഹായിക്കുവാൻ നിന്റെ ദൈവമായ കർത്താവ്, ജീവിക്കുന്ന ദൈവം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യേശു ക്രിസ്തു നിന്നോട് കൂടെയുണ്ട്. സത്യ ഏക ദൈവം, ത്രിയേക ദൈവം ആ യേശുവിൽ ക്രിസ്തുവിൽ അർപ്പിക്കുന്നെങ്കിൽ നിന്റെ ഏത് പ്രശ്നത്തിനും, ഏത് പ്രയാസത്തിനും, ഏത് പ്രതിസന്ധിക്കും, ഏത് പ്രതികൂലത്തിനും, ഏത് ബുദ്ധിമുട്ടിനും പരിഹാരമുണ്ട്. യേശുവിൻ മാത്രം പരിഹാരം. യേശു തൻ്റെ ശുശ്രൂഷ ചെയ്ത് ഈ ലോകത്തായിരുന്ന കാലത്ത് തൻ്റെ ശിഷ്യന്മാരുടെ പടകിൽ പോകുവാൻ യാത്രയാകുവാൻ തയ്യാറായി. പടകിൽ യേശു ക്ഷീണം നിമിത്തം പടകിൻ്റെ വഞ്ചിയുടെ അമരത്തിരുന്ന് ഉറങ്ങുകയാണ്. ശിഷ്യന്മാർ കൂടെയുണ്ട്. ചെറുപടകുകൾ ജനങ്ങളും കൂടെയുണ്ട്. എന്നാൽ കൊടുങ്കാറ്റ്, മുക്കുവന്മാർക്ക് കടലിൽ പരിചയമുള്ള, നീന്താൻ എല്ലാ കഴിവുകളും തീർച്ചയുള്ള മുക്കുവന്മാരുടെ ശിഷ്യന്മാർ ഒരാകെ കുഴഞ്ഞു. അവരെ കൊണ്ടാകുന്നില്ല. പടക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല, വഞ്ചി നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. കടൽ വെള്ളത്തിൻ്റെ തള്ളിക്കയറ്റം, കൊടുങ്കാറ്റ്, തിരമാല, അവരുടെ നിയന്ത്രണത്തിൽ നിന്നെല്ലാം വെള്ളം പോയി, വഞ്ചി അവരുടെ നിയന്ത്രണത്തൊക്കെ പോയി. ആ ശിഷ്യന്മാർ ഉടനെ അമരത്ത് ഉറങ്ങുകയായിരുന്ന യേശുവിനെ വിളിച്ചുണർത്തി, നാഥാ, ഞങ്ങൾ നശിച്ചു പോകുന്നു നിനക്ക് വിചാരമില്ലയോ? യേശു എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു, കാറ്റേ ശാന്തമാകുക, കടലിലെ ശാന്തമാകുക. ആ വാക്കിന് മുമ്പിൽ കാറ്റും കടലും ശാന്തമായി. കൊടുങ്കാറ്റും തിരമാല തള്ളിക്കയറ്റും എല്ലാം ശാന്തമായി. ശിഷ്യന്മാർക്ക് അത്ഭുതമായി. സ്തോത്രം, സ്തോത്രം. അവർ കരയ്ക്കെത്തി. ആ കരയുടെ പേരാണ് ഗദരദേശം. സ്തോത്രം. ആ ഗദരദേശത്ത് ഒരു ഭൂതമുള്ള വ്യക്തിയുണ്ട്. ദേഹത്ത് 6000 ഭൂതമാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. തുണിയരിക്കാത്ത കല്ലറകളിലിരിക്കുന്ന, എത്ര ബന്ധിച്ചാലും ബന്ധനക്കാരെ പൊട്ടിച്ച് കരിങ്കല്ലുകൊണ്ട് തൻ്റെ ശരീരത്തിൽ തന്നെ കുത്തിമുറിവേൽപ്പിക്കുന്ന ആ ഭൂതം, 6000 ഭൂതമാണ് ദേഹത്ത്.
യേശുവിനെ കണ്ടപ്പോൾ യേശുവിൻ്റെ മുമ്പിൽ താണു വണങ്ങിയിരുന്ന് വസ്ത്രം ധരിച്ച് യേശുവിൻ്റെ വചനം കേൾക്കുവാൻ തുടങ്ങി. യേശുവിനെ തീരത്തേക്ക് അടുക്കാതെ യേശുവിനെ ശിഷ്യന്മാരെയും പടകിൽ വെള്ളത്തിൽ കൊല്ലാൻ നോക്കിയപ്പോൾ കർത്താവ് മുന്നമേ ആ ഭൂതത്തെ ശാസിച്ചിരുന്നു. പരിണിത ഫലമായിരിക്കാം കപ്പലിന് അവരെ വഞ്ചിക്ക് വെള്ളത്തിന് തോണിയൊക്കെ വന്ന പ്രതിസന്ധികൾ. എന്നാൽ കർത്താവ് കരയ്ക്കെത്തിയപ്പോൾ ഭൂതം പോയി. 6000 ഭൂതം 2000 പന്നികളിൽ കയറി ആ പന്നിയെ കടും തൂക്കത്തോടെ വെള്ളത്തിൽ ചെന്ന് ചാടിച്ചത്തു. ശിശുമാരെ മുക്കാനും കൊല്ലുവാൻ ശ്രമിച്ചെങ്കിൽ എന്നാൽ ഭൂതം നശിച്ചുപോയി. ഭൂതം വെള്ളത്തിൽ മുങ്ങിപ്പോയി. യേശു പന്നികളിൽ കയറി, പന്നി വെള്ളത്തിൽ പോയി മുങ്ങി. സ്തോത്രം. യേശു തൻ്റെ പ്രവൃത്തി ചെയ്തെടുത്തു. ആ ഭൂതം കയറിയ വ്യക്തി അവർ യാത്രയിരിക്കുമ്പോൾ യേശുവിനോട് പറയുകയാണ്, ഞാനും കൂടെ പോരട്ടെ, അങ്ങയുടെ കൂടെ സുവിശേഷം അറിയുവാൻ. യേശുവിൻ്റെ കൂടെ പോരട്ടെ എന്ന് ചോദിച്ചപ്പോൾ യേശു പറഞ്ഞു, വേണ്ട, നീ വരണ്ട, നീ ആദ്യം പോയി നിന്റെ ദേശത്ത് ഞാൻ നിനക്ക് ചെയ്തെന്ന് അറിയിക്കാം. ഭൂതം വിട്ടുപോയ വ്യക്തി, സ്വതന്ത്രനായ വ്യക്തി, സ്തോത്രം. മനുഷ്യനെ ദക്കപ്പലിക്ക് ദേശത്ത് പോവുകയും തനിക്ക് വേണ്ടി യേശു ക്രിസ്തു ചെയ്തത് കർത്താവ് ചെയ്ത് വിവരിക്കുകയും ചെയ്ത് ആ ദക്കപ്പലിക ദേശത്തെ സുവിശേഷകനായി മാറി ആ ഭൂതമുള്ള വ്യക്തി. സ്തോത്രം. അതുപോലെ തന്നെ ഒരിക്കൽ പൗലോസ് അപ്പോസ്തലൻ 276 യാത്രക്കാരുമായി കപ്പലിൽ പോകുമ്പോൾ സ്തോത്രം, കൊടുങ്കാറ്റ്, ഈശാനമൂലം കൊടുങ്കാറ്റ്, കപ്പലിനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. 14 ദിവസമായി ആഹാരം കഴിച്ചിട്ട് സൂര്യനെ ചന്ദ്രനെ കണ്ടിട്ട് അവർക്ക് പട്ടിണി അടിക്കുകയാണ്, ഒന്നും കഴിക്കുന്നില്ല. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ഭക്ഷിച്ചിട്ട് 14 ദിവസമായി, സൂര്യനെ ചന്ദ്രനെ കണ്ടിട്ട് 14 ദിവസമായി, ആകെ പട്ടിണി കിടന്നിങ്ങനെ മരിക്കണമോ? ഭക്ഷിപ്പീൻ. എൻ്റെ കർത്താവ് എന്നോട് ഇന്നലെ രാത്രി പറഞ്ഞു, നിന്റെ കൂടെയുള്ള ഒരുത്തൻ്റെയും ഒരു രോമത്തിന് പോലും ഒന്നും കേടുവരികയില്ല. 1276 പേര് കപ്പൽ തകർന്നു, പലകങ്ങളിലും മറ്റും പിടിച്ച് തീരത്തണഞ്ഞു. സ്തോത്രം. ഒരുത്തനും ഒരു കേടും സംഭവിച്ചില്ല. ആ പൗലോസ് അപ്പോസ്തലൻ കർത്താവിൻ്റെ ദാസൻ, കർത്താവിൻ്റെ ഭക്തൻ, കർത്താവിന് വേണ്ടി അനേകരെ നേടിയ വ്യക്തി, കർത്താവ് തിരഞ്ഞെടുത്ത വ്യക്തി. ആ വ്യക്തിക്ക് ധൈര്യം ഉണ്ടായിരുന്നു. കർത്താവുമായി സംഭാഷിച്ച കാര്യം പറഞ്ഞപ്പോൾ കപ്പലിലൊക്കെ ആശ്വാസമായി. അവർ ഭക്ഷിച്ച് കരയ്ക്കെത്തി. ആ കരയ്ക്കെത്തിയിട്ട് ആ കരയിൽ സ്തോത്രം കരയ്ക്കാണിഞ്ഞ് അവരെല്ലാം സന്തോഷത്തോടെ കരയ്ക്കെത്തുവാനിടയായി. ആരുടെയും ഒരു രോമത്തിന്, ഒരു ദേഹത്തിന് പോലും മേൽക്കാതെ അവർ കരയ്ക്കെത്തി. കാരണം അവർ അവരെ പൗലോസ് അപ്പോസ്തലൻ ഉണ്ടായിരുന്നത് കൊണ്ട്, പൗലോസ് അപ്പോസ്തലൻ കർത്താവിനോട് പ്രാർത്ഥിച്ചത് കൊണ്ട്, പൗലോസ് അപ്പോസ്തലൻ അവർക്ക് വേണ്ടി ഇടിയിൽ നിന്നുകൊണ്ട് കർത്താവ് അത്ഭുതകരമായി ആ 276 പേരെയും കർത്താവ് പറയുന്നുണ്ട്. പൗലോസ് അപ്പോസ്തലനുണ്ട്, ആ 276 പേരെയും ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. സ്തോത്രം. കപ്പൽ തകരട്ടെ, ഭൂമി എല്ലാ സമ്പത്തുകളും വീടുകളും സ്വത്തുക്കളും എല്ലാ വസ്തുക്കളും എല്ലാം തകരട്ടെ, എല്ലാം നഷ്ടപ്പെടട്ടെ. പക്ഷേ നിന്നോട് നീ നിൽക്കുന്ന ഭൂമി മാറിപ്പോയാലും വാക്തത്വം ചെയ്ത ദൈവം അരുളി ചെയ്ത വിശ്വസ്തനത്ര, അവൻ വാക്ക് മാറുകയില്ല. ലോകം മുഴുവനും മാറട്ടെ, ലോകം മുഴുവൻ എതിർക്കട്ടെ, ലോകം മുഴുവൻ എതിരാകട്ടെ, നിന്നോട് വാക്ക് പറഞ്ഞ ദൈവമുണ്ട്, നിന്നെ വിളിച്ചിറക്കിയൊരു ദൈവമുണ്ട്. അവൻ നിന്നെ കൈവിടുകയില്ല. ഏത് പ്രശ്നം വരട്ടെ, പ്രതികൂലം വരട്ടെ, പ്രയാസം വരട്ടെ, ആ പൗലോസും ശീലാസും ദൈവത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചെങ്കിൽ അവരുടെ യാത്രയിൽ, അവരുടെ സുവിശേഷഘോഷണത്തിൽ ലുദ്യായുടെ ഹൃദയം ദൈവം തുറന്നപ്പോൾ നിന്ന് ദൈവഭക്തിയായി തീരുന്നു, സ്ഥാനപ്പെട്ട ദൈവത്തിലായി തീർന്നു. അത് പൗലോസും ശീലാസും ഒരു വെളിച്ചപ്പാടത്തിൽ ഭൂതത്തെ ശാസിച്ചപ്പോൾ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു, വലിച്ചയക്കപ്പെട്ടു, മർദ്ദനമേറ്റു. എന്നാൽ കാരാഗ്രഹത്തിൽ കാലാമത്തിൽ പൂട്ടിക്കിടക്കുന്ന പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ ബന്ധിച്ചു കിടക്കുന്ന കാവൽക്കാർ നിൽക്കുന്ന ആ കാരാഗ്രഹത്തിൽ അർദ്ധരാത്രി പാടി സ്തുതിച്ചപ്പോൾ, പ്രാർത്ഥിച്ചപ്പോൾ കാരാഗ്രഹത്തിൽ അടിസ്ഥാനം കുലുങ്ങി. കാരാഗ്രഹമാണി കാരാഗ്രഹത്തിൽ വാതിക താനെ തുറന്നു. എല്ലാവരുടെയും ചങ്ങലകൾ കഴിഞ്ഞു. കാരണം പൗലോസും ശീലാസും ദൈവത്തിൻ്റെതാണ്, ദൈവത്തിൻ്റെ ഭക്തന്മാരാണ്, ദൈവത്തിൻ്റെ ദാസന്മാരാണ്. എൻ്റെ സ്തോത്രം തിരുവചനത്തിലുണ്ട്. കർത്താവിൻ്റെ ദാസന്മാർക്ക് ചുറ്റും പാളയം ഇറങ്ങി വിടുവിക്കുന്ന ഒരു ദൈവം. കർത്താവിൻ്റെ ദൂതന്മാർ തൻ്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയം ഇറങ്ങി വിടുവിക്കുന്നു.
എന്നാൽ ഇവയുടെ കാരാഗൃഹ പ്രമാണി കണ്ണൂർ നോക്കിയപ്പോൾ കാരാഗൃഹത്തിന് വാതിൽ തുറന്നു കിടക്കുന്നു, ചങ്ങലകൾ അഴിഞ്ഞു കിടക്കുന്നു. കാരാഗൃഹ പ്രമാണി തന്നെ കൊല്ലുവാൻ ആത്മഹത്യ ശ്രമിക്കുമ്പോൾ പൗലോസ് പുസ്തകം വിളിച്ചു പറഞ്ഞു, നിനക്കൊരു ദോഷവും ചെയ്യരുത്, ഞങ്ങളെല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. ഇത് കേട്ടപ്പോൾ കാരാഗൃഹ പ്രമാണിക്ക് ആശ്വാസമായി. കാരാഗൃഹ പ്രമാണി പൗലോസിനെയും ശീലാസിനെയും തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുകയും പൗലോസിന്റെ വചനം കേൾക്കുകയും കാരാഗൃഹ പ്രമാണി കുടുംബം സ്ഥാനപ്പെടുകയും ദൈവമക്കളാകുകയും ചെയ്തു. നിന്നെ എന്നെ വീണ്ടെടുപ്പാൻ യേശു ക്രിസ്തു 2025 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരിയിൽ തൻ്റെ മുഴു രക്തവും ചിന്തി മുഴു മാനവജാതിയെ സ്നേഹിച്ചത് കൊണ്ട്, എല്ലാവരെയും സ്നേഹിച്ചത് കൊണ്ട് ദൈവം ലോകത്തിന് തൻ്റെ പുത്രനെ നൽകി സ്നേഹിച്ചു, ലോകത്തെ സ്നേഹിച്ചു. പുത്രൻ 33 തിരുവയസ്സിൽ തൻ്റെ മുഴുവൻ രക്തവും കാൽവരിയിൽ ചിന്തി, യേശുവേ അങ്ങയുടെ രക്തം കൊണ്ട് എൻ്റെ പാപക്കാരെ കഴുകുകയാണെന്ന് പറയുന്ന നിമിഷം പാപക്കാരെ കഴുകിക്കിട്ടുകയാണ്. നമ്മൾ ലോകത്താണ് ജീവിക്കുന്നത്. മാലിന്യങ്ങൾ, ചില മാലിന്യങ്ങൾ പറ്റിയ ദേഹത്ത് നമ്മിൽ പറ്റാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ എന്തെങ്കിലും മാലിന്യങ്ങൾ പറ്റിയാൽ അനുനിമിഷം കർത്താവിൻ്റെ രക്തം കൊണ്ട് കഴുകൽ പ്രാപിച്ച് മുന്നേറി നീതിമാന്റെ യാത്ര മേലോട്ടേക്കാകുന്നു. കീഴിലുള്ള പാതാളത്തെ ഒഴിഞ്ഞു മാറുന്നു. നമ്മെ തന്നെ സൂക്ഷിച്ചും കൊണ്ട് ദൈവത്തിൽ അർപ്പിച്ചും കൊണ്ട് ദൈവത്തിൽ സന്ധി മുന്നേറുകയാണെങ്കിൽ ഒരു ശക്തിക്കും ഒരു സാത്താൻ കോട്ടകൾക്കും നമ്മെ തകർക്കാൻ കഴിയുകയില്ല. മന്ത്രവാദത്തിനോ കൂടോത്രത്തിനോ ഒരു അന്ധകാര ശക്തിക്കും നമ്മുടെ മേ കണ്ണുവയ്ക്കുവാൻ ദൈവം സമ്മതിക്കുകയില്ല. നാം ഓരോരുത്തരും യേശുക്രിസ്തുവിൻ്റെ ഉള്ളം കയ്യിലാണ്. യേശുക്രിസ്തു അറിയാതെ ഒരു വിഷയവും നടക്കുകയില്ല. നമ്മൾ ദൈവത്തിന് വീണ്ടെടുക്കപ്പെട്ട മക്കളാണ്. അവൻ മക്കളെങ്കിലും അവകാശികൾ, ക്രിസ്തുവിൻ്റെ അവകാശിയാണ്, കൂട്ടവകാശിയാണ്. ആ ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നോക്കുന്നെങ്കിൽ, ആ ക്രിസ്തുവിനോട് നിന്റെ കാര്യങ്ങൾ പറയുന്നെങ്കിൽ, യശയ്യാവ് സ്തോത്രം 25 ഞെട്ടിക്കാണുന്ന പോലെ നിന്റെ കണ്ണുനീരൊപ്പുവാൻ, നിന്റെ വിലാപത്തെ നൃത്തമാക്കുവാൻ, നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുവാൻ ആ കർത്താവ് ശക്തനാണ്. ആ കർത്താവായ ദൈവം ഇന്നും ജീവിക്കുന്നു. നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി പുത്രനാം ദൈവം പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരുന്ന് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി മധ്യസ്ഥ അണച്ചുകൊണ്ടിരിക്കുന്നു. ജീവിച്ചിരിക്കുന്ന നമുക്ക് പരസ്പരം മധ്യസ്ഥ അണയ്ക്കാം. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ ദൈവാത്ഭുതങ്ങളെ സൃഷ്ടിക്കും. എന്നാൽ മരിച്ചവരോട് പ്രാർത്ഥിക്കാൻ പ്രമാണമില്ല. മരിച്ചു ഏറ്റെന്നിട്ട് യേശുവിനോട് പ്രാർത്ഥിക്കാം. കാരണം യേശുവിൻ്റെ രക്തം പരിശുദ്ധ രക്തം. പരിശുദ്ധാത്മാവിനെ ഗർഭം ധരിച്ച് യേശു ക്രിസ്തു പുരുഷന്റെ വിശ്വത്താലല്ല, പരിശുദ്ധാത്മാവിനെ ഗർഭം ധരിച്ച് ആ മറിയയിൽ നിന്ന് സന്താനമായ യേശു ക്രിസ്തു പരിശുദ്ധ രക്തമുള്ളവനാണ്. ആ യേശുവിൻ്റെ രക്ത സകല പാപവും ശുദ്ധീകരിക്കുന്നതാണ്. ആ യേശു ക്രിസ്തുവിനോട് മാത്രമേ മധ്യസ്ഥ അണയ്ക്കാൻ പ്രമാണമുള്ളൂ. യേശു ക്രിസ്തുവിനോട് പറയുന്നെങ്കിൽ പിതാവുമായുള്ള സഹിത്വം ആദാം പരമേരുടെ പാപം മൂലം നഷ്ടപ്പെട്ടപ്പോൾ പിതാവിനോട് സംസാരിക്കാനോ പിതാവിനോട് ചെല്ലുവാനുള്ള സംഗതി നഷ്ടമായപ്പോൾ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നു. തന്നെ പിതാവിനോട് നിരപ്പിച്ചു എല്ലാ ജനങ്ങളെയും പാപത്തിൽ നിന്ന് എല്ലാവരെയും വീണ്ടെടുക്കുവാൻ യേശുവിൻ്റെ രക്തം മതിയായതാണ്. ക്രിസ്തുവിലൂടെ നമുക്ക് ദൈവവുമായി സംസാരിക്കാം, ക്രിസ്തുവിലൂടെ ദൈവവുമായി ബന്ധപ്പെടാം. ആ യേശു ക്രിസ്തു ഭൂമിയിൽ വന്ന് നമ്മെ ചേർക്കുവാനാണ്, നമ്മെ ദൈവത്തിൻ്റെ പൈതലാക്കുവാനാണ്, നമുക്ക് വേണ്ടി മരിച്ചത് നമ്മെ വീണ്ടെടുക്കുവാനാണ്. അവൻ്റെ രക്തം സകല പാപം പോകും ശുദ്ധീകരിക്കുന്നു. ശുദ്ധീകരണം കൂടാതെ ആർക്കും സ്വർഗ്ഗരാജ്യത്തേക്ക് കടന്നു സാധ്യമല്ല. നമ്മൾ ആ രക്തത്താൽ ശുദ്ധീകരിച്ച് വിശുദ്ധ ജീവിതം നയിച്ച് മുന്നേറുന്നെങ്കിൽ സ്വർഗം പ്രസാദിക്കും. സ്വർഗം നമ്മെ ഉൾക്കൊള്ളും, വലം കൈ പിടിച്ച് നടത്തും. ആ സ്വർഗത്തിലേക്ക് യേശുവിലേക്ക് ഏൽപ്പിച്ചും കൊടുത്തുകൊണ്ട് ഇത്രയും സമയം ശ്രദ്ധിച്ചിരുന്ന എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്, സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്, കൃപയിൽ പുതിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ വിരമിക്കുന്നു. ഡിറ്റോ വടക്കൻ അക്കിക്കാവ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.